ഞാൻ ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. ഏതായാലും കാഷ്വാലിറ്റി ഒന്നുമില്ല എന്നറിഞ്ഞ ഇവിടെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടി വന്നതാണ്. MK രാഘവൻ MP ഈ അഗ്നിബാധ അറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിയാണ്. അദ്ദേഹം ഇതോടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് എടുത്തു പറയാനാകും, ഇപ്പോൾ രോഗികൾക്ക് ആശങ്കപ്പെടാൻ ഒന്നും തന്നെയില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം പ്ലാന്റിന്റെ ഭാഗത്ത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളില്ല. അത് ചില്ലർ പ്ലാന്റും അതുപോലെ ചില വേസ്റ്റ് പ്രദേശങ്ങളും മാത്രമാണ് ഉള്ളത്, അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളതുകൊണ്ട് മറ്റ് ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യവുമില്ല. പക്ഷേ എന്നാൽ ആശുപത്രി അധികൃതർക്ക് എന്തോ മറച്ചുവെക്കാൻ ഉണ്ടെന്ന് തോന്നും വിധം ആ മേഖലയിലേക്ക് മാധ്യമങ്ങൾ കടക്കുന്നതിനെ, അതായത് ഈ തീ ഉണ്ടായ മേഖലയിൽ മാധ്യമങ്ങൾ കടക്കുന്നതിനെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്, ബലം പ്രയോഗിച്ച് തടഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതിൽ മനസ്സിലാക്കാവുന്നത് അവിടെ ഈ തീക്ക് കാരണമാകുന്ന എന്തോ ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ മാധ്യമങ്ങളെ ഈ ഫ്ലോറിൽ നിന്ന് തന്നെ മാറ്റാനാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് മാധ്യമങ്ങളെ ഈ ഫ്ലോറിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ്. ആശുപത്രി അധികൃതർ ബലം പ്രയോഗിച്ച് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മാധ്യമപ്രവർത്തകർ രക്ഷാപ്രവർത്തനം ചിത്രീകരിക്കുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളതാണ്, അത് ചെയ്യാറുമുണ്ട്. പക്ഷേ എന്നാൽ എന്തിനാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് പോലും തടയുന്നത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ്. കാരണം ഈ മേഖലയിൽ ഏറ്റവും മുകളിൽ ചില്ലർ പ്ലാന്റിനടുത്ത് വേസ്റ്റ് കൂട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിലെ ചിലർ പറയുന്നത്. ഇതാ MK രാഘവൻ MP വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. അവരുമായി സംസാരിക്കാൻ എന്താണ് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഏതായാലും ഈ മഹാഭാഗ്യം കാഷ്വാലിറ്റി ഒന്നുമില്ല എന്ന് പറഞ്ഞ് വലിയ മഹാഭാഗ്യമാണ്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് അനുഭവം? അല്ല, ഈ സമയത്ത് എല്ലാവർക്കും അറിയാലോ, ഈ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഈ തീ അണക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കൽ എവിടെയും പതിവാണ്. പക്ഷെ അത് തടസ്സപ്പെടുത്തുക ആശുപത്രി അധികൃതർ, അത് ശരിയായ രീതിയല്ലല്ലോ. അല്ല, രക്ഷാപ്രവർത്തനം അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് കാണും. അതുകൊണ്ടായിരിക്കും നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പക്ഷേ ആശുപത്രി അധികൃതർ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിലാണ് നമുക്ക് ദുരൂഹതയുള്ളത്. കാരണം അവിടെ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരുന്നോ, അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതാണോ യഥാർത്ഥത്തിൽ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ ഇപ്പോൾ പറഞ്ഞത്. MK രാഘവൻ MP ഈ പ്രശ്നം അറിഞ്ഞ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.